ഇപ്പോൾ ശബരിമലയെ പറ്റി തന്നെ ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശ വിധി വന്ന സമയത്ത് CM പറയുകയുണ്ടായി, അത് കേവലമായി ശബരിമലയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല, അത് ഭരണഘടനാപരമായി സ്ത്രീകളുടെ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരെ മാറ്റി നിർത്തുന്നത് ഭരണഘടനാ മൂല്യങ്ങളോട് യോജിക്കുന്നതല്ല, അതുകൊണ്ട് കൂടിയാണ് ആ വിധി ഉണ്ടായത് എന്ന്. ആ നിലക്ക് അതിനെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല പറയും 4 വോട്ടിനും കുറച്ച് സീറ്റുകൾക്കും ഒക്കെ വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് വളരെ വ്യക്തമായി താങ്കൾ പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന നിലപാടനുസരിച്ച് അത് കോടതി വിധിയുടെ അന്തസത്തയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒന്നാണ്. പണ്ഡിതരും വിദ്വാൻമാരും ഒക്കെ തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ അന്നെടുത്ത നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റമല്ലേ അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ 2006 ഗവൺമെൻറ് ഒരു എഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ആ എഫിഡവിറ്റിൽ ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പണ്ഡിതരും സമൂഹത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായി കൂടി ആലോചിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കൂടി ശേഖരിക്കണം, എന്നിട്ടായിരിക്കണം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. ഇതിൽ കോടതി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത്. ആ ഭാഗം ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീയുടെ അവകാശത്തിൻ്റെ കാര്യം, അക്കാര്യത്തിൽ ഇപ്പോൾ ചോദ്യം വന്നിട്ടില്ല. ഇവർ ചോദിച്ച ചോദ്യത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. ആ അഭിപ്രായം കോടതി ചോദിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ നിലപാട് പറഞ്ഞു നിൽക്കുക, അതുമാത്രമാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ സുപ്രീം കോടതി ഇനിയും വ്യക്തത വരുത്തുമായിരിക്കും, ചോദിക്കുമായിരിക്കും. ആ ഘട്ടത്തിൽ പറയുന്നതായിരിക്കും നല്ലത് എന്ന നിലക്ക് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുക. ആ നിലയ്ക്ക് CM-ൻ്റെയും സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ നിലപാട് ഭരണഘടനാപരമായി സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണോ? ആ കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ പിന്നെ അയവ് വരുത്തിയല്ലോ. സുപ്രീം കോടതിയുടെ നിലപാടാണല്ലോ വ്യക്തമാക്കേണ്ടത്. സുപ്രീം കോടതി എങ്ങനെയാണ് ചിന്തിക്കുന്നത് പരിശോധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെടുക്കാം, അന്നേരം എടുക്കാം. നമ്മളൊരു ധൃതി പിടിച്ച് അഭിപ്രായം പറയുക എന്നുള്ളതല്ല വേണ്ടത്. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അതിൽ കൃത്യമായി ഈ പറയുന്ന പണ്ഡിതരുടെ അഭിപ്രായം, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അഭിപ്രായം അത് വളരെ പ്രധാനമാണെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ അവകാശകാര്യം വരുമ്പോൾ ശബരിമലയുടെ പ്രശ്നം മാത്രമല്ല, മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി പരിശോധിക്കുമല്ലോ. ആ ഘട്ടത്തിൽ നമുക്ക് അഭിപ്രായം പറയാം. അല്ല, അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ധാരാളം സ്ത്രീ സംഘടനകൾ, അതുപോലെ തന്നെ പുരോഗമന ആശയങ്ങളുള്ള സംഘടനകളൊക്കെ അതിൽ സന്തോഷിക്കുകയും സർക്കാർ ആ നിലപാടെടുത്തതിൽ സന്തോഷിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് നിരാശ വരുമോ ഇപ്പോഴത്തെ നിലപാടിൽ? ഇപ്പോഴത്തെ നിലപാടിൽ നിരാശ വരേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ നിലപാട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞത് ഈ സുപ്രീം കോടതി ചോദിച്ച കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നൊരു കാര്യമാണല്ലോ അത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളം വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങിയില്ലേ. പിന്നെ സ്ത്രീകളുടെ അവകാശത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നെങ്കിലും നമ്മളിവിടെ കണ്ടതാണല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടുള്ള മറ്റു പരിപാടികൾ. വനിതാ മതിലല്ല, മറ്റു പരിപാടികൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റു പരിപാടികൾ കണ്ടല്ലോ, മറ്റു തരത്തിലുള്ള പരിപാടികൾ കണ്ടല്ലോ. അത് വലിയ സ്ത്രീ പങ്കാളിത്തമായിരുന്നല്ലോ. ഇതൊക്കെ 2 തരത്തിലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ സുചിന്തിതമായ അഭിപ്രായത്തിന് വിടാം, ആ ഘട്ടത്തിൽ നമുക്ക് അഭിപ്രായം പറയാമെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്.